അപ്പോൾ ഒരു ആപ്പിൾ യൂസർ എന്ന നിലയിൽ നമ്മുടെ ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതാനും ചില ആപ്ലിക്കേഷൻസാണ്. അതിൽ ഗെയിം, പ്രൊഡക്ടിവിറ്റി, യൂട്ടിലിറ്റി ഇങ്ങനെയുള്ള പല കാറ്റഗറിയിൽ നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്ന ഏതാനും ചില ആപ്ലിക്കേഷൻസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഇതിലൊന്നാമത്തത് ഒരു സ്ക്രീൻ റെക്കോർഡറാണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം, യൂഷ്വലി അല്ലെങ്കിൽ ബിൽറ്റിനായിട്ട് ഐഫോണിൽ സ്ക്രീൻ റെക്കോർഡ് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്ത സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം 888/1920 എന്നുള്ള ആ ഒരു റെസൊല്യൂഷനിലാണ് ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തേക്കുന്നത്. എന്നാൽ ഓസം എന്ന് പറയുന്ന ഈ ഒരു സ്ക്രീൻ റെക്കോർഡിൻ്റെ പ്രത്യേകത നമുക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ഹോം സ്ക്രീനിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്: റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ് ആൻഡ് ബിറ്റ് റേറ്റ്. ഈ റെസൊല്യൂഷൻ എപ്പോഴും നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ 1080p നമ്മൾ സെലക്ട് ചെയ്യുക. അതോടൊപ്പം ഫ്രെയിം റേറ്റ് നമുക്ക് എപ്പോഴും ഇപ്പം ഗെയിംസൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ പബ്ജി അല്ലെങ്കിൽ അതുപോലത്തെ 60 FPS കളിക്കുന്ന ഗെയിംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 60 FPS തന്നെ ആ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ 60 FPS അത് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് 30 FPS ആണെങ്കിലും സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിറ്റ് റേറ്റ്. ഇതിൽ 3 ബിറ്റ് റേറ്റ് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബിറ്റ് റേറ്റ് കൂടുന്നതനുസരിച്ച് ഒരു സെക്കൻഡിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഇൻഫർമേഷനാണ് ഈ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് 8 MB/s നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ഫുട്ടേജുകൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ട്രീമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ഇനി താഴെ നമുക്ക് 3 യൂട്ടിലിറ്റി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആഡ് ഫേസ് ക്യാം ടു വീഡിയോ. നമുക്ക് ഫേസ് ക്യാം റിയൽ ടൈമായിട്ട് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ എനേബിൾ ചെയ്യാൻ സാധിക്കും. 2 ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം. അതോടൊപ്പം ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ നമുക്ക് ഗിഫാക്കി മാറ്റാനും സാധിക്കുന്നതാണ്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പെയ്ഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ഓപ്ഷൻ ഇതിനകത്ത് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ യൂസ് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിലെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാകാം. അതായത് നമുക്ക് ടു ഡു ലിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരുന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ദിവസത്തെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആപ്ലിക്കേഷൻസ് ഏതാണ്? അതിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ചീറ്റ് കോഡ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്റർഫേസ് വളരെ സിമ്പിളാണ്. ഇതിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് പ്ലസ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്താലാണ് നമുക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ചീറ്റ് ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് പ്രത്യേകിച്ച് ഐക്കൺസും ടൈറ്റിലൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡേറ്റ് അനുസരിച്ച് ഐക്കൺ അനുസരിച്ചൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടു ഡു ലിസ്റ്റ് ഉണ്ട്. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എത്ര കാര്യങ്ങൾ വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷെയർ ഷീറ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതൊരു ടെക്സ്റ്റ് ഫയലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫയൽസ് ആപ്പിൽ സേവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ, അതോടൊപ്പം ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഡേറ്റ് ഇൻഫർമേഷൻസ് ഇത് പ്രിൻറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇനി മറ്റൊരു ഫോൾഡറിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റുകളെല്ലാം കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ്. ഇതിനി എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഇതിൻ്റെ ഫുൾ യൂട്ടിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ആഡ് വിജിറ്റ് ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ചീറ്റ് ഷീറ്റിൻ്റെ വിജിറ്റുകൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ വിജിറ്റായിട്ട് ആഡ് ചെയ്യാനാണ്. ജസ്റ്റ് അതിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് എഡിറ്റ് വിജിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിരവധി എഡിറ്റിംഗ് ഓപ്ഷൻസും അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ട ഓപ്ഷൻസ് എല്ലാം തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. അതിൽ ഫോൾഡർ സെലക്ട് ചെയ്യുന്നത് മുതൽ ഇതിൻ്റെ അപ്പിയറൻസും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. 3 ഒരു ഗെയിമാണ്. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു പസിൽ ഗെയിമാണ്. അതാണ് ആർട്ട് ഓഫ് ഫോണ. 2025 WWDCയിലെ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ആർട്ട് ഓഫ് ഫോണ. സോ ഇതാണ് ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ഇൻ്റർഫേസ് ആദ്യം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ഇൻ്റർഫേസും സെറ്റപ്പും ഒക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതാണ് അതിൻ്റെ പസിൽ എന്ന് പറയുന്നത്. സോ ഇതിൽ സൗണ്ട് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ വർഷങ്ങൾ, അതായത് കോടാനുകോടി വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ചില ആനിമൽസ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ അതിനെ ഓർഗനൈസ് ചെയ്യുന്ന പസിലാണിത്. വൺസ് നമ്മൾ ആ ഒരു പിക്ചർ കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് അതിനകത്ത് നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ ബ്രീഫ് അവിടെ കൊടുക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെവലുകൾ മാറുന്നതനുസരിച്ച് അതിൻ്റെ കോംപ്ലക്സിറ്റി, ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക്
രസകരമായിട്ടുള്ള രീതിയിൽ ഇത് കളിക്കാനും സാധിക്കും, അതോടൊപ്പം അറിവും നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആപ്ലിക്കേഷനാണ് ടൂൾ ബോക്സ്. ഇത് ഓൾ ഇൻ വൺ പാക്കേജിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ലിറ്ററലി പല ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കുന്ന ഷോർട്ട് കട്ട്സോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ കൺവേർഷൻ, അതായത് ഇമേജുകൾ, ഓഡിയോ, അങ്ങനെയുള്ള ഫയലുകൾ ഇതെല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ ഫയൽസ് ഓപ്ഷനിൽ നിന്ന് ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജിനെ എനിക്കിവിടെ JPEG രീതിയിലാണ് ഇപ്പം നിലവിലുള്ളത്. അതിന് നമുക്ക് PNGയോ അല്ലെങ്കിൽ BMPയോ ഇങ്ങനെയുള്ള ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇമേജുകൾ കംപ്രസ് ചെയ്യാം, ലൈവ് ഫോട്ടോസ് നമുക്ക് MP4 ആക്കാം, ഗിഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, വീഡിയോ കംപ്രഷൻ, ഇങ്ങനെ നിരവധി വീഡിയോ ടു ഓഡിയോ കംപ്രഷൻ, ഇങ്ങനെയുള്ള നിരവധി ഓപ്ഷൻസാണ് നമുക്കിവിടെ കൊടുത്തേക്കാം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് PDF-കൾ. നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് PDF കൺവേർഷൻ. ഒരു ഇമേജ് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ PDF-നെ മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. സോ അതുപോലും നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളാണ്, വളരെ ഈസി ടു യൂസ് ആണ്. അടുത്തത് കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരാണ്, നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്പീസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്നൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് സ്ക്രൈങ്ക്. ഈ ഒരു ആപ്ലിക്കേഷൻ അത് വായിക്കൊള്ളാത്തൊരു പേരാണ്, പക്ഷേ എങ്കിലും നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇത് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് യൂസ്ഫുൾ ആകുന്നൊരു കാര്യം, നമ്മൾ ഫ്രിഡ്ജിലുള്ള നമുക്കറിയാം പച്ചക്കറികൾ കാണും അല്ലെങ്കിൽ അവിടെ പല ഐറ്റംസും കാണും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ സ്കാൻ ചെയ്തെടുത്ത് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതുപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന എന്ത് ഡിഷാണോ അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ റെസിപ്പീസും നമുക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. അതിൽ നമുക്ക് പ്രിഫറൻസ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡെയിലി ഫോളോ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡുകൾ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. സോ ആപ്പ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനാണ് കാണുന്നത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ അതോ സ്നാക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ സാധിക്കും. അതിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ഡിഷുകൾ എന്തൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ പല ലെവലുകൾ അനുസരിച്ചുള്ള ടൈമിംഗ് അനുസരിച്ചുള്ള പല ഡിഷുകളുടെ റെക്കമെൻഡേഷൻസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഡെഫിനറ്റ്ലി കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് നേർഡ്സിന് ഉപകാരപ്പെടും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഫൈനലി ബോബി. ഇത് ലൂസിഫറിലെ ബോബി അല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ബോബി. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ടച്ചൊക്കെ തോന്നും, പക്ഷേ ഇത് സബ്സ്ക്രിപ്ഷൻ ട്രാക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന നമുക്കറിയാം ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ, ഇങ്ങനെയുള്ള നിരവധി ടൺ കണക്കിന് സബ്സ്ക്രിപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതൊക്കെ ഏത് മാസം എപ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആകുന്നതാണോ അല്ലയോ, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. സബ്സ്ക്രിപ്ഷൻ മീൻസ് ഇറ്റ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, വൈഫൈ, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ ഇതിലേക്ക് വെറുതെ ആഡ് ചെയ്യുക മാത്രമല്ല, നമുക്ക് ഇതിൽ റിമൈൻഡർ സെറ്റ് ചെയ്യാൻ സാധിക്കും. 1, 2, 3 ദിവസം മുന്നേ നമുക്ക് ഇതിൻ്റെ റിമൈൻഡർ സെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇത് വളരെ കളർഫുൾ ആയിട്ട് ഇൻ്റർഫേസ് ആണ്. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഏതാണോ അതിനനുസരിച്ചുള്ള രീതിയിൽ സബ്സ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസും നമുക്ക് ഇതിലെ ഇമേജുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. അതല്ല കളേഴ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സോ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, യൂട്ടിലിറ്റി ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇതിനെല്ലാം ഉപകരിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റിലൂടെ അത് അറിയിക്കുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ പീസ്.